ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ വിൽസൺ വർഗീസ് തണ്ണിത്തോട് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. താമസമാമോ നാഥ വരാനായി താമസമാമോ താമസമാമോ നാഥ വരാനായി ഈ ഭൂവാസമോർത്താലയ്യോ പ്രയാസം ഭൂവാസമോർത്താലയ്യോ പ്രയാസം താമസമാമോ നാഥ വരാനായി താമസമാമോ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന ഞങ്ങളുടെ ബഹുമാനി പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനത്തെ ഓർപ്പിക്കുന്നു. ഇന്ന് പ്രഭാതത്തിലെ ധ്യാന ചിന്തയ്ക്കായി യോശുവയുടെ പുസ്തകവും 14-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 15 വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്ന് ചില ആത്മീയ സത്യങ്ങൾ ഓർമ്മിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിന് അവകാശമായി നൽകിയ കനാൻ ദേശം അത് വിഭജിച്ച് നൽകുന്നതിന് വേണ്ടി ദൈവം നിയോഗിച്ച 2 വ്യക്തികളായിരുന്നല്ലോ യോശുവയും കാലേബും. യോശുവയും കാലേബിനെയും കുറിച്ച് വളരെ സവിസ്തരമായി പഴയ നിയമഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. നാം ഈ വായിക്കുന്ന വേദഭാഗത്ത് ദേശവിഭജനത്തിന് മധ്യത്തിൽ സംഭവിക്കുന്ന ഒരു പ്രത്യേക കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവദാസനായ കാലേബ് ഒരു ആവശ്യമായി യോശുവയുടെ മുമ്പിലേക്ക് വരികയാണ്. 6-ാം വാക്യം നാം വായിക്കുന്ന അനന്തരം യഹൂദാ മക്കളിൽ ഗിൽഗാലിൽ യോശുവയുടെ അടുക്കൽ വന്നു കെനിസ്യനായ യെഫുന്നെയുടെ മകൻ കാലേബ് അവനോട് പറഞ്ഞത് എന്ന് നാം വായിക്കുന്നു. ഇവിടെ കാലേബ് വളരെ താഴ്മയും വിനയമുള്ളവനായി ചില വസ്തുതകൾ യോശുവയെ അറിയിക്കുകയാണ്. തൻ്റെ അധികാര പരിധി ഉപയോഗിച്ച് യാതൊന്നും സ്വന്തമാക്കുവാൻ ഇടയാകാതെ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും മുമ്പാകെ എത്രയും ന്യായമായി തൻ്റെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് താൻ ജനത്തിനു വേണ്ടി പ്രയോജനപ്പെട്ട വിധങ്ങളെ അത് യോശുവയോട് കാലേബ് ഓർമ്മിപ്പിക്കുകയാണ്. വളരെ ആത്മീയ പക്വതയും ദീർഘവീക്ഷണവും ഉള്ളവനായിട്ടാണ് കാലേബിനെ കാണുന്നത്. ദൈവം വാഗ്ദാനം ചെയ്തത് പരിപൂർണമായി വിശ്വസിച്ചവൻ, മാത്രമല്ല അനാഖ്യമല്ലന്മാരും ഇരുമ്പരഥങ്ങളും അവന് മുന്നിൽ ഒന്നുമല്ലാതെയായി. വിശ്വാസത്തിൻ്റെ ശക്തിയായതിനാൽ ഏത് പ്രതിസന്ധിയെയും അവൻ വെല്ലുവിളിച്ചു. കഴിഞ്ഞ നീണ്ട വർഷങ്ങൾ വാഗ്ദദേശ തനിക്കുള്ള അവകാശത്തിനായി അദ്ദേഹം കാത്തിരുന്നു. കൂടെ ഉണ്ടായിരുന്നവർ പലരും അവർ കൂട്ടുസഹോദരന്മാരുടെ ഹൃദയങ്ങളെ തകർക്കത്തക്ക വിധത്തിൽ ദൈവഹിതത്തിന് അനുസരിച്ചല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ കാലേബിനെ കുറിച്ച് നാം വായിക്കുന്നത് ദൈവത്തോട് പറ്റി നിന്ന് ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാൻ തക്കൊള്ളാൻ കഴിയുന്നത്. ദൈവൻ നാം വായിക്കുന്നതിൻ്റെ 10-ാം വാക്യം നാം വായിക്കുന്നത് ഞാനോ ദൈവത്തോട് പറ്റി നിന്നു എന്ന് വായിക്കുന്നു. ഇവിടെ ഈ കാലേബിനെ കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന അനുഗ്രഹീതമായ ചില സാക്ഷ്യങ്ങൾ ഈ വേദഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധേയമാണ്. 5 വിധ സാക്ഷ്യങ്ങൾ നമുക്ക് വേദഭാഗത്ത് കാലേബിനെ കുറിച്ച് പറഞ്ഞതായി കാണുന്നുണ്ട്. മാത്രമല്ല ഇവിടെ കാലേബിനെ കുറിച്ച് പറയുന്നത് യോശുവയുടെ പുസ്തകവും 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഒന്നാമതായി കാലേബ് ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിച്ച ഒരു വ്യക്തിയായിരുന്നു. ഇവിടെ യോശുവയോട് കാലേബ് പറയുന്നത് എന്നെയും നിന്നെയും കുറിച്ച് ദൈവപുരുഷനായ മോശയോട് കാദേശ് ബർന്നയിൽ വെച്ച് പറഞ്ഞ കാര്യം നീ അറിയുന്നുവല്ലോ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ചവനായിരുന്നു കാലേബ്. ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിക്കുക എന്നുള്ളത് അനുഗ്രഹീതമായ ഒരു പദവിയാണ്. പഴയ നിയമത്തിൽ എത്രയോ ഭക്തന്മാരെ കുറിച്ച് ദൈവം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. യോബിനെ കുറിച്ചും ദാവീദിനെ കുറിച്ചും ദാനിയേലിനെ കുറിച്ചുമൊക്കെ ദൈവം പറഞ്ഞിരിക്കുന്ന സാക്ഷ്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ കൂടി നമുക്ക് രേഖയാക്കി തന്നിട്ടുണ്ട്. അവരൊക്കെ വളരെ ഭക്തിയോടുകൂടെ ദൈവത്തിനു വേണ്ടി ജീവിച്ചവരായിരുന്നു. ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ച ഒരു അനുഗ്രഹീത വ്യക്തിയായിരുന്നു കാലേബ്. ഇവിടെ പറയുന്നത് എന്നെയും നിന്നെയും കുറിച്ച് ദൈവപുരുഷനായ മോശയോട് സാക്ഷ്യം പറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്രയോ അനുഗ്രഹീതമായ കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ നമ്മെ ദൈവം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ഭംഗിയോടെ നാം നിവർത്തിക്കുമ്പോൾ
ദൈവം നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ ഇടയായിത്തീരും. രണ്ട്, ഇവിടെ കാലേബ് പറയുന്നത് യോശുവയുടെ സാക്ഷ്യത്തെക്കുറിച്ചാണ്. 14 അധ്യായം 6 വാക്യത്തിൽ പറയുന്നു, നീ അറിയുന്നുവല്ലോ എന്ന് പറയുന്നു. യോശുവയ്ക്ക് ഈ കാര്യങ്ങൾ അറിവുള്ളതാണ്. തൻ്റെ ജീവിതത്തെക്കുറിച്ച് യോശുവയ്ക്ക് അറിവുള്ളതാണ്. തൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് യോശുവയ്ക്ക് അറിവുള്ളതാണ്. മാത്രമല്ല, ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ വളരെ ഭംഗിയായി കാലേബ് നിവർത്തിച്ചു എന്നുള്ള വസ്തുതയും യോശുവയ്ക്ക് അറിവുള്ളതാണ്. മറ്റുള്ളവരാൽ സാക്ഷ്യം പ്രാപിച്ച അനുഗ്രഹീതനായ ഒരു വ്യക്തിയായിരുന്നു കാലേബ്. മൂന്നാമതായി നാം വായിക്കുമ്പോൾ 14 അധ്യായം അതിൻ്റെ 8 വാക്യത്തിൽ വായിക്കുന്നത് തന്നെക്കുറിച്ച് തന്നെ കാലേബ് സാക്ഷ്യം പറയുകയാണ്. 8 വാക്യം, ഞാനോ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു എന്ന് ഓർപ്പിക്കുകയാണ്. ഞാനോ എൻ്റെ ദൈവമായ യഹോവയോട്. തൻ്റെ ജീവിതത്തിൽ തനിക്ക് അങ്ങനെ ഒരു സാക്ഷ്യം നിലനിർത്തുവാൻ കഴിഞ്ഞതിൻ്റെ പ്രധാന കാരണം പറയുകയാണ്, എൻ്റെ ദൈവമായ യഹോവ. ജീവിതത്തിൽ ദൈവം തൻ്റെ സ്വന്തമെന്ന് മനസ്സിലാക്കി തനിക്കൊരു ദൈവമുണ്ടെന്നറിഞ്ഞുകൊണ്ട് വിശ്വസ്തയോടുകൂടെ ഭയഭക്തിയോടുകൂടെ യോശുവ ജീവിച്ചു. തൻ്റെ ശുശ്രൂഷകളെല്ലാം അങ്ങനെയായിരുന്നു. ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകളൊക്കെ വളരെ ഭയത്തോടുകൂടെ താനത് നിവർത്തിക്കുവാൻ തക്കണമിടയായി തീർന്നു. അതുകൊണ്ടാണ് കാലേബിന് പറയുവാൻ കഴിയുന്നത്, എൻ്റെ ദൈവമായ യഹോവയോട് എന്ന്. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിലും നമുക്കും പറയാം, ദൈവമേ നീ എൻ്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. ജീവിതത്തിൽ ദൈവത്തിൻ്റെ പാതകളെ പിന്തുടർന്ന് ദൈവഭക്തിയോട് ദൈവപ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കപ്പെടുന്ന അനുഗ്രഹീതമായ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇവിടെ പറയുന്നു, സ്വന്തമായ സാക്ഷ്യം ഞാൻ എൻ്റെ ദൈവത്തോട് പറ്റി നിന്നു. നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യമാണ്. 14 അധ്യായം അതിൻ്റെ 14 വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് തന്നെ എന്ന് നാം വായിക്കുന്നു. ഇവിടെ മാനുഷ്യമായ കരങ്ങൾ ദൈവം എഴുതുവാൻ ഉപയോഗിച്ചുവെങ്കിലും ഇവിടെയുള്ള വാക്കുകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെതാണ്. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത് കാലേബ് ദൈവത്തോട് പറ്റി നിന്നവനാണ്. തന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുന്നു. അതിൻ്റെ 9 വാക്യത്തിൽ മോശയുടെ സാക്ഷ്യം, 5-ാമത്തെ കാര്യം മോശയുടെ സാക്ഷ്യം നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. നീ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റുന്നതുകൊണ്ട് നീ കാൽ വെച്ച ദേശം നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്കും അവകാശമായിരിക്കുന്നുവെന്ന് മോശ അന്ന് സത്യം ചെയ്തു പറഞ്ഞു എന്ന് നാം വായിക്കുകയാണ്. മോശ കാലേബിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അനുഗ്രഹീതമായ ഒരു നല്ല സാക്ഷ്യത്തിനുടമയായി തീർന്ന ഒരു മഹൽ വ്യക്തിയായിരുന്നു കാലേബ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവം നമുക്ക് നൽകുന്ന ദൈവത്തോട് പറ്റി നിന്നുകൊണ്ട് ദൈവത്താലും മനുഷ്യരാലും സാക്ഷ്യം പ്രാപിക്കപ്പെട്ടവരായി നമുക്ക് ലഭ്യമായി തീർന്ന നാളുകൾ ഭയഭക്തിയോടെ ദൈവകൃപയെ ജീവിച്ച് നമ്മുടെ നാടുകൾ തേക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വസ്തുത കാലേബ് യോശുവയോട് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും നമുക്കും ഉറച്ച സാക്ഷ്യമുള്ളവരായി ദൈവകൃപയെ മുന്നേറുവാൻ ഈ ചിന്തകളാൽ ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി സഹായിക്കുമാറാകട്ടെ. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.